ഇടതുമുന്നണിയുടെ കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിന് ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. എന്താണ് ഇടതുമുന്നണി അവരുടെ പാർട്ടി കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള കേരള കോൺഗ്രസിൻ്റെ ബന്ധം കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി വ്യക്തത വരുത്തി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പാർട്ടി കാര്യങ്ങൾ വേറെ ആരെങ്കിലല്ലോ തീരുമാനിക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന പാർട്ടി എടുക്കുന്ന നിലപാട് കേരള കോൺഗ്രസ്സാണ് തീരുമാനം. ആ തീരുമാനം അവരെടുത്ത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന അവരുടെ പാർട്ടി സംഘടനമാരും ഇവിടെ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നില്ല. അതുപോലെ മറ്റു പാർട്ടിയുടെ ഒരു ആഭ്യന്തരമായ ഒരു യോഗമാണത്. ഇത്രയും പ്രാധാന്യം അത് അവരോട് ചോദിക്കണം. അല്ല, അതെനിക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് കേരള കോൺഗ്രസ്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് അവരും എടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല യോജിപ്പോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാടാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ ഈ വിഷയങ്ങളിൽ ഒരു പ്രശ്നം എടുക്കുന്നു. അത് നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ദീർഘകാലമായ വർഷങ്ങളായതിനുള്ള ശ്രമത്തിലാണുള്ളത്. ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് വിസ്മയം അവരുടെ കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിസ്മയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് സഹായകരമായ എല്ലാ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. അതെന്താണ് കാരണം എന്നുള്ളത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളെ പ്രതികരണം മനസ്സിലാക്കി നിലപാടെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോൾ നീക്കങ്ങളൊക്കെ നടത്തുന്നത്? അതാ തീർച്ചയായിട്ടും. UDF-ന് ഭയങ്കരമായ ആശങ്കയാണ്. അതുകൊണ്ട് ആരെ കിട്ടും, എങ്ങനെ കിട്ടും, ഏത് പാർട്ടീനെ സ്വാധീനിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ശ്രമത്തിലാണവർ. നേരത്തെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാണെങ്കിൽ അതിനുള്ളൊരു നീക്കം അവർ നടത്തേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വിപുലപ്പെടുത്തുന്നതിന് സഹായകരമായ നിലപാട് ഞങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. ആ സമീപനം ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എത്ര കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്? അവർ സ്ത്രീ വിരുദ്ധ മനോഭാവം അവർ തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതിന് സഹായകരമായ നിലപാട് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് ഇതുപോലെ അഡ്വാൻസ് ചെയ്തു പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവരെ സഹായിക്കാനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാവിധ പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലായ്പ്പോഴും ലഭിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒളിവിൽ താമസിക്കാൻ കഴിഞ്ഞത്. എല്ലാ നടപടികളും അത് തന്നെയാണ് അവരിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ BM സുധീരൻ പറഞ്ഞിട്ടുണ്ട് MLA സ്ഥാനം രാജിവെക്കണം. എന്ത് KPCC അധ്യക്ഷൻ പറയാത്തത്? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും മറ്റ് നേതാക്കന്മാരുണ്ടല്ലോ, അവരാരും രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്നൊരാവശ്യം ഇതുവരെ ഉന്നയിക്കുന്നില്ലല്ലോ. രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്ന ഒരാൾ കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് വിരുദ്ധമായ സമീപനം എടുക്കുന്നു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര് നടപടി എടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് MLA ആയത്. MLA പദവി രാജിവെക്കണമെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ അതാണ് ഉള്ള ഒരു സമീപനം. ഉണ്ട്. അത് നിയമപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയം. നിയമപരമായി പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമുക്ക് പറയാം. TP രാമകൃഷ്ണൻ LDF കൺവീനറാണ് മാധ്യമങ്ങളെ കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്.